കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകം കൊച്ചിയിൽ നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് കേരളത്തിലെ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും ഗൗരവകരമായ ഒന്നാണ്. മഞ്ഞപ്പടയുടെ ആരാധകർക്ക് ഏറെ വൈകാരികമായ ഒരു വാർത്തയാണിത്. കേരളത്തിലെ ഫുട്ബോൾ ആവേശം ലോകത്തിന് മുന്നിൽ എത്തിച്ചത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടലാണ്. എന്നാൽ 2026 ISL സീസൺ ആരംഭിക്കാനിരിക്കെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഹോം മത്സരങ്ങൾ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ സാങ്കേതികവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളുണ്ട്. കൊച്ചി സ്റ്റേഡിയം മാറ്റാൻ പ്രധാന കാരണമായത് പിച്ചിന്റെ മോശം അവസ്ഥയാണ്. അർജന്റീന ദേശീയ ടീം കേരളത്തിൽ കളിക്കാനെത്തുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് കൊച്ചി സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ അന്താരാഷ്ട്ര മത്സരം ഒഴിവാക്കപ്പെട്ടു. ഫിഫ നിലവാരത്തിലേക്ക് പിച്ച് ഉയർത്താൻ തുടങ്ങിയ പണികൾ കൃത്യസമയത്ത് പൂർത്തിയായില്ല. പിച്ചിന്റെ നവീകരണത്തിനായി ഉപയോഗിച്ച യന്ത്ര സാമഗ്രികളും മറ്റും പുൽത്തകിടിയെ ദോഷകരമായി ബാധിച്ചു. സ്റ്റേഡിയത്തിൽ നടന്ന വലിയ സാംസ്കാരിക പരിപാടികളും ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരവും പിച്ചിന്റെ സ്വാഭാവിക ഘടനയെ തകർത്തു. ജനുവരി പകുതിയോടെ പിച്ച് റെഡിയാക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ISL തുടങ്ങാൻ പാകത്തിൽ പിച്ച് സജ്ജമായിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടാൻ മറ്റൊരു പ്രധാന കാരണം സാമ്പത്തികമാണ്. കൊച്ചിയിലെ GCDA സ്റ്റേഡിയത്തിൽ ഒരു മത്സരത്തിന് ഏകദേശം 10 ലക്ഷം രൂപയാണ് ക്ലബിന് വാടക ഇനത്തിൽ വരുന്നത്. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇത് പകുതിയോളമായി കുറയ്ക്കാൻ സാധിക്കും. മൊത്തത്തിലുള്ള മാച്ച് ഡേ എക്സ്പെൻസുകളിൽ 50% ലഭിക്കാൻ കോഴിക്കോട്ടേക്ക് മാറുന്നതിലൂടെ സാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. സ്പോൺസർഷിപ്പ് വരുമാനത്തിൽ ഉണ്ടായ ഇടിവ് ക്ലബിനെ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചു. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിന് നിലവിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നുമുണ്ട്. എങ്കിലും അവിടെയും ചില പ്രതിസന്ധികളുണ്ട്. ഡിസംബറിൽ ഈ സ്റ്റേഡിയത്തിൽ നടന്ന ബൈക്ക് റേസിംഗ് പിച്ച് പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു. അത് പഴയ രൂപത്തിലാക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. കൊച്ചിയെ അപേക്ഷിച്ച് കുറവാണെങ്കിലും മലബാറിലെ ഫുട്ബോൾ ആവേശം സ്റ്റേഡിയം നിറയ്ക്കാൻ സഹായിക്കും. വിദേശ ടീമുകൾക്കും ISL ഒഫീഷ്യൽസിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കൊച്ചിയേക്കാൾ വെല്ലുവിളികൾ കോഴിക്കോട് നേരിടേണ്ടി വരും. മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരുടെ പിന്തുണ പരിഗണനയിലെടുത്ത് പയ്യനാട് സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സ് പരിഗണിച്ചിരുന്നു. എങ്കിലും ടീമുകളുടെ താമസ സൗകര്യം, യാത്രാ സൗകര്യം എന്നിവയിലെ പോരായ്മകൾ പയ്യനാടിനെ 2ാം സ്ഥാനത്തേക്ക് തള്ളി. കൊച്ചി വിടുന്നത് ക്ലബിന്റെ ബ്രാൻഡിനെ ബാധിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട്. എങ്കിലും മലബാറിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഇത് വലിയൊരു ആവേശമാണ്. ISL മത്സരങ്ങൾ തങ്ങളുടെ അരികിൽ എത്തുന്നത് മലബാറിലെ ഫുട്ബോൾ വിപ്ലവത്തിന് പുതിയ കരുത്തു പകരും. ഫെബ്രുവരി 14 ആരംഭിക്കുന്ന പുതിയ സീസണിൽ കുറഞ്ഞത് 7 ഹോം മത്സരങ്ങളെങ്കിലും കോഴിക്കോട്ട് നടത്താനാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. ഇത് താൽക്കാലികമായ ഒരു മാറ്റമാണോ അതോ സ്ഥിരമായ ഒരു നീക്കമാണോ എന്ന് കണ്ടറിയണം. എങ്കിലും തന്റെ പ്രിയപ്പെട്ട ടീം എവിടെ കളിച്ചാലും അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് മഞ്ഞപ്പടയുടെ ആരാധകർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ കോഴിക്കോട്ടേക്ക് മാറുന്നത് മലബാറിലെ ഫുട്ബോൾ വളർച്ചയ്ക്ക് വലിയൊരു ഉത്തേജനമാകുമെന്നതിലും തർക്കമില്ല. ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന മലബാറിലെ ആരാധകർക്ക് ISL പോലൊരു വമ്പൻ ടൂർണമെന്റ് തങ്ങളുടെ തൊട്ടടുത്ത് എത്തുന്നതും ആവേശം ഇരട്ടിയാകും. പ്രധാനമായും നിരവധി ഗുണങ്ങളാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ വരവോടെ കോഴിക്കോട് EMS സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മികച്ച പിച്ച് ഡ്രസ്സിംഗ് റൂമുകൾ വെളിച്ചം തുടങ്ങിയവ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. ഇത് പ്രാദേശിക ക്ലബ്ബുകൾക്കും ടൂർണമെന്റുകൾക്കും ഗുണകരമാകും. ലോകപ്രശസ്ത താരങ്ങൾ തങ്ങളുടെ കൺമുന്നിൽ കളിക്കുന്നത് കണ്ട് വളരുന്ന മലബാറിലെ കുട്ടികൾക്ക് ഫുട്ബോളിനെ ഗൗരവകരമായ കരിയറായി കാണാൻ ഇത് പ്രചോദനമേകും. ആയിരക്കണക്കിന് ആരാധകർ മത്സരങ്ങൾക്കായി എത്തുന്നതോടെ മലബാറിലെ ഹോട്ടൽ ഗതാഗത മേഖലകളിൽ വലിയ ചലനമുണ്ടാകും. നൈനാൻ വളപ്പ് മുതൽ മഞ്ചേരി വരെ നീളുന്ന മലബാറിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും ഈ മാറ്റം. ചുരുക്കത്തിൽ കൊച്ചിയിലെ പോലെ തന്നെ മലബാറിനെയും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു പ്രധാന ഹബ്ബാക്കി മാറ്റാൻ ഈ നീക്കം സഹായിക്കും.